നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഓർഡർ കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്കിന്ന് എല്ലാ കുഞ്ഞുങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. 15 കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. നമ്മളൊരു ഫാമിലാണ് ഓർഡർ കൊടുത്തിരുന്നത്. അവിടെ ഇത്രയും ഒരുപാട് കോഴികളിട്ട് വളർത്തുന്ന ഒരു ഫാമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഒരു 15 കുഞ്ഞുങ്ങൾക്ക് ഓർഡർ കൊടുത്തത്. ഇന്നെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടത്തിലിട്ട് വളർത്തിയ കോഴിയായതുകൊണ്ട് നമ്മൾ വലിയ കോഴിയുടെ അടുത്തൊന്നും ഇടാതെ തന്നെ മാറ്റിയിട്ടേക്കുവാണ്. ചിലപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ കൊണ്ടുവന്ന സമയത്തൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് രണ്ടെണ്ണത്തിന് ഇതുപോലെ കുറച്ച് ശ്വാസം മുട്ടലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പാരസെറ്റമോളിൻ്റെ ഗുളിക, നമ്മൾ ഉപയോഗിക്കുന്ന ഗുളിക തന്നെ കലക്കി കൊടുത്തിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ തീറ്റയും അതുപോലെ തന്നെ കുറച്ച് മരുന്നൊക്കെ ചേർത്തിട്ടുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. തീറ്റയ്ക്കകത്ത് ഇലയുള്ള തീറ്റയൊക്കെ ഇലയും കൂടിയൊക്കെ അരിഞ്ഞിട്ട് വേണം കൊടുക്കുന്നത്. നമ്മളിവിടെ വലിയ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ മിക്സ് തന്നെയാണ് ഇവർക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനടുത്തായിട്ടിരിക്കുന്ന മരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ശർക്കരയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഞാൻ കലക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം അത് കുടിച്ച് ശീലമൊന്നും ഇല്ലാത്തതായിരിക്കാം, എന്നാലും നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ശ്വാസം മുട്ട് വന്നിട്ടുള്ള ആ 2 കോഴികൾക്ക് ഒരു തവണ കൂടി മരുന്ന് കൊടുത്തിരുന്നു. പാരസെറ്റമോളിൻ്റെ തന്നെ അരവീതം ഗുളികയാണ് നമ്മൾ കലക്കി കൊടുത്തത്. അതിനുശേഷം വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണിച്ചിട്ടില്ല. എങ്കിലും നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ ഒന്ന് മുക്കി വിടുന്നുണ്ട്. അതായത് വെള്ളത്തിനകത്തൊന്ന് മുക്കി ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് വിടുന്നുണ്ട്. ആ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസവും നമ്മൾ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ ശർക്കര, പിന്നെ ഉള്ളത് സവാള നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതും കൂടി ചേർത്തിട്ടുള്ള വെള്ളമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കോഴിക്ക് ആദ്യമേ തന്നെ വന്ന അസുഖം തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശ്വാസം മുട്ടലോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. വലിയ കോഴികൾക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇതുപോലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കലക്കി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളിവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന മരുന്നൊന്നും അധികമായിട്ടും കൊടുക്കത്തില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുന്ന കോഴികൾക്ക് മാത്രമേ നമ്മളങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുള്ളൂ. നമുക്ക് ആദ്യഘട്ടത്തിലെ തന്നെ ഇതുപോലുള്ള മരുന്നുകളൊക്കെ കൊടുക്കാമെങ്കിൽ പിന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊന്നും മരുന്നൊന്നും വാങ്ങിച്ച് കൊടുക്കേണ്ടി വരില്ല. നമ്മൾ ആദ്യമൊക്കെ ഈ അസുഖമൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പിന്നീട് നമുക്ക് നമ്മുടെ നാട്ടുമരുന്നൊന്നും കൊണ്ട് പറ്റാതെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരംഭഘട്ടത്തിൽ തന്നെ ഇതുപോലെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കോഴികൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല. നമുക്ക് ഇതുപോലെ തന്നെ കോഴികളൊന്നും നഷ്ടപ്പെടാതെയൊക്കെ ഇരിക്കും. ഇപ്പോൾ കോഴി വളർത്തുന്നവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴായാലും പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന കോഴികളെയൊക്കെ മാറ്റിയിടുക. മറ്റ് നമുക്കുള്ള കോഴികളുടെ ഒന്നും കൂടെ ഇടരുത്. രോഗമൊക്കെയുള്ള കോഴികളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിലുള്ള കോഴികളും കൂടി തന്നെ ചത്തുപോകും. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ BV3 കോഴി വാങ്ങിയ കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2 BV3 കോഴിയാണ് ഉള്ളത്. അത് 2 മുട്ട ഇടുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കാണുക. നമ്മൾ ഇതിൻ്റെ മുട്ടയ്ക്കെന്ന് പറയുമ്പോൾ നല്ല വലിപ്പമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് മുട്ട കിട്ടും. അപ്പോൾ നമ്മളിവിടെ മുട്ട സെയിലുണ്ട്. നമുക്ക് എല്ലാ ദിവസവും മുട്ട ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നാടൻ കോഴികൾ നമ്മൾ വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അവിടെ ഇരിക്കുന്ന കോഴികളുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുത്തിട്ടുള്ള ബാക്കി മുട്ടകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമുക്ക് കൂടുതൽ മുട്ടയ്ക്ക് ഓർഡറൊക്കെ ആവശ്യക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെയും കൂടെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ചൂട് സമയമുണ്ട്, നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. വലിയ കോഴികളായാലും ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള നാടൻ മരുന്നുകളൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഒരാഴ്ചയിൽ 2 തവണയെങ്കിലും അങ്ങനെ ഒന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് ഈ പച്ചമഞ്ഞളാണ് ഏറ്റവും നല്ലത്. മഞ്ഞൾപ്പൊടിയെക്കാട്ടും നല്ലത് പച്ചമഞ്ഞളാണ്. അത് നമുക്ക് കിട്ടുന്നില്ല എങ്കിലും നമ്മൾ വാങ്ങുന്ന നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്കത് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിനകത്ത് സവാള, നമ്മുടെ മരുന്നിൽ സവാള ചേർക്കുന്നത് ഈ കോഴികൾക്ക് ഇങ്ങനെ ഉള്ളി, സവാള ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് പ്രതിരോധ ശേഷിക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആദ്യം തൊട്ട് ശീലിപ്പിക്കണം. ഇലവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ വാഴക്കൊമ്പ്, അങ്ങനെ വാഴപ്പിണ്ടി, ഇതൊക്കെ നമ്മൾ ആദ്യ ഘട്ടത്തിൽ തന്നെ കൊടുത്ത് ശീലിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കുറേ വലുതായിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടിരിക്കും, പക്ഷെ പിന്നീട് അതൊന്നും കഴിക്കില്ല. അതുപോലെ മീനിൻ്റെ വേസ്റ്റ് വേവിച്ചതായാലും
വേവിക്കാത്തതായാലും നമുക്ക് കൊടുക്കാൻ പറ്റും, ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ശീലിപ്പിക്കുന്നത് ഈ ഒരു പരുവത്തിൽ തന്നെ ആയിരിക്കണം നമ്മളങ്ങനെ കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരിടത്തുനിന്ന് വാങ്ങിയതുകൊണ്ട് ഇതിന് അങ്ങനെയുള്ള ശീലങ്ങളൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ഇതുപോലുള്ള നാടൻ തീറ്റകൾ നമ്മൾ ഉൾപ്പെടുത്തിയാലും ആദ്യ ഘട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് കഴിക്കാതെ ഉള്ളൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.